2021 അത്ര ആത്മവിശ്വാസം കോൺഗ്രസിന് പോയില്ല. മനസ്സിലായി? 2021 ആത്മവിശ്വാസം എവിടെ എത്തി എന്ന് മെയ് മാസം 2-ാം തീയതി വോട്ടെണ്ണിയപ്പോ കേരളം കണ്ടു. അന്നോളമുള്ള ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു. 8 MLA-മാരെ അതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികം നേടിക്കൊണ്ടാണ് പുതിയൊരു ചരിത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കുറിച്ചത്. ഇത്തവണ വോട്ടെണ്ണുന്നത് മെയ് മാസം 4-ാം തീയതിയാണ്. മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോ 2021 ചരിത്രം ആവർത്തിക്കാൻ പോകുന്നുവെന്ന കാര്യത്തിൽ LDF-ന് ഒരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് ആ ആത്മവിശ്വാസം? കഴിഞ്ഞ 10 വർഷത്തെ LDF-ന്റെ ഭരണം കേരളത്തെ പുതിയൊരു യുഗത്തിലേക്ക് കൈപിടിച്ചാനയിച്ചതിന്റെ ഭാഗമായി എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവവേദ്യമായ മാറ്റങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരു കാലഘട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ LDF-ന് സാധിച്ചു എന്നതുകൊണ്ടാണ്. കേരളത്തിന്റെ ചരിത്രം എഴുതുന്ന ആരെങ്കിലും കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടമെന്ന് ഏതെങ്കിലും ഒരു കാലത്തെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാനാവും അത് 2016 മുതലുള്ള ഒരു ദശാബ്ദമായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമെന്ന്. അങ്ങനെ പറയാൻ കാരണം അതിശയോക്തികൾ ഏതുമില്ലാതെ അത്തരമൊരു വിലയിരുത്തലിലേക്ക് ഒരാൾ എത്തിച്ചേരുക, കേരളത്തിന്റെ അതുവരെയുള്ള ചരിത്രത്തെ പുതുക്കി പണിഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന വൻകിട വികസന പദ്ധതികളും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമേകുന്ന ക്ഷേമ പദ്ധതികളും രണ്ടും സമന്വയിപ്പിക്കാൻ LDF-ന് കഴിഞ്ഞു എന്നതാണ്. രണ്ടും സമന്വയിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോ പെൻഷൻ മുടങ്ങാതെ കൊടുത്തു എന്ന് പറയുമ്പോൾ 10 വർഷമായി പെൻഷൻ മുടങ്ങിയ ഒരു അനുഭവം ഇല്ല ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന 70 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പെൻഷൻ മുടങ്ങിയ അനുഭവം ഉണ്ടാവില്ല. പക്ഷെ 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് പെൻഷൻ മുടങ്ങിയ അനുഭവം ഉണ്ടാവും. പെൻഷൻ മുടങ്ങാത്തൊരു കാലം ഇപ്പൊ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടത്തിൽ രേവന്ത് റെഡ്ഡി വന്നു, തെലങ്കാനയുടെ മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞ വിവരക്കേടുകളിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.